ഇവനവിടെ താമസിക്കാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തന്നെ ബൂസാനിലേക്ക് പോയേനെന്ന് പറഞ്ഞ് ഇവളിവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ചാമുഹി അവിടെ നേരെ വരുന്ന ഇവരെടുത്ത TV ഷോ കാണാൻ വേണ്ടിയാ. അപ്പോഴാണ് ആ ഡയറക്ടറും ഇന്ന് ഹീറോ ഇവളുടെ കൂടെ അത് കാണാൻ വേണ്ടി വരും എന്ന് പറയുമ്പം അവളാണ് ഇവളെ കുറിച്ച് ആർട്ടിക്കിൾസ് ഒക്കെ വന്നുകൊണ്ട് മിക്കവാറും ഈ TV ഷോയ്ക്ക് വല്ലതും ബാധകം വരും എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെട്ട് കാണുമല്ലോ എന്ന് ചോദിക്കുമ്പം അവരാണ് അങ്ങനൊന്നുമില്ല, ഇവളെ കുറിച്ചുള്ള ന്യൂസ് എല്ലാം അവൻ കുറെ ഇല്ലാതാക്കി എന്ന് പറയും. അങ്ങനെ ജപ്പാൻ ഇവളെ കുറിച്ച് പറഞ്ഞ ആർട്ടിക്കിൾസ് ഒക്കെ ഇല്ലാതാക്കിയത് അവനാന്ന് മനസ്സിലാക്കി ഇവളും അവൻ ചെയ്ത സഹായത്തിന് അവൾക്ക് നന്ദിയുണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇവരാണ് എങ്കിൽ പിന്നെ ഇന്ന് ഇവള് വിളിച്ചത് അവസാനം ഇവര് പ്രപ്പോസ് ചെയ്തത് അത് അതേപോലെ ഇടട്ടേം ചോദിക്കും. അപ്പോഴാണ് ചാമുഹിയും അത് ഷോയിന്റെ ഒരു ഭാഗമല്ലേ എന്ന് പറഞ്ഞ് അതിലിപ്പോ എന്തോ കുഴപ്പം ചോദിക്കുമ്പം ഇവര് പറഞ്ഞു കൊടുക്കും സത്യത്തിൽ ഹീറോ ഇവളെ പ്രപ്പോസ് ചെയ്തയാന്ന്. അപ്പൊ ഇതുവരെ ഇവളെ ഷോയിന്റെ ഒരു ഭാഗമായിട്ടാണ് വിചാരിച്ചെന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് അതേസമയം തന്നെ ഹീറോയും വരും. അപ്പോഴാണ് ഇവളാണ് അപ്പൊ ഇവൻ യഥാർത്ഥത്തിൽ ഇവളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് അവളൊരു ഷോക്കിലിരിക്കും. ഇതേസമയം ഹോജിൻ ട്രെയിനി ബൂസാനിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുമ്പം ഇവനെ കണ്ട് ജീസോനാണ് അടുത്തേക്ക് വരും. അപ്പോഴാണ് അവൾ ഇവൻ എവിടെ പോകാൻ ചോദിക്കുമ്പം അവന് ഒരാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ബൂസാനിലേക്ക് പോകാൻ പറയും. അതേപോലെ അവളും അവളുടെ വീട്ടിലേക്ക് പോവുക. അതിനേശയുടെ ചാമുഹിയും അവന്റെ കൂടെ TV ഷോ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ചെയ്ത സഹായത്തിനൊക്കെ താങ്ക്സ് പറയും. അതിനേശം അവളും ആകെ അറിയുന്ന താങ്ക്സ് സോറിയൊക്കെ ഉള്ളു, ഇവനോട് എങ്ങനെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ ഇവന്റെ സെക്രട്ടറി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേനെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇവൻ പ്രപ്പോസ് ചെയ്തത് റിയൽ ആണോ അല്ലയോ എന്ന് എങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞ് അവൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഹീറോയും അവൻ പ്രപ്പോസ് ചെയ്ത് റിയലാന്ന് പറഞ്ഞ് അവനിപ്പോ ഇവളുടെ ഭാഷ നല്ലോണം അറിയാന്ന് പറയും. അതുകൊണ്ട് ഇത് കേട്ട് അവളാണ് ഞെട്ടിപ്പോവും. ഇതേ സമയം ജീസോനാണ് ഹോജിനോട് ഇവനോട് ചോദിക്കാൻ വേണ്ടി ഇരുന്ന അതുകൊണ്ട് ഈ ഒരു അവസ്ഥ ഇതിനെ ചോദിക്കാന്ന് പറഞ്ഞ് ഏപ്രിൽ 8 ഇവരെ കണ്ട ഐലൻഡിലേക്ക് ചെന്നത് ഇവളോടുള്ള ഇഷ്ടം കാരണമാണെന്ന് ചോദിക്കും. അങ്ങനെ ഇവന്റെ അടുത്ത് അന്ന് കീച്ചൻ കൊടുത്തിന് പോയതിനു ശേഷം രണ്ടാമത് കണ്ടപ്പോ തന്നെ അവൾക്ക് ഇഷ്ടമായെന്ന് പറയും. പക്ഷെ പിന്നീട് ഇവളുടെ ബോയ് ഫ്രണ്ട് ഒരു ചേട്ടനായതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ചൊന്നും പറയാത്തയാന്ന് ഇവൾ ആ കാര്യം ഓപ്പൺ ആയിട്ട് ഇപ്പൊ സംസാരിക്കുമ്പം അവനാണ് അതേപോലെ അവനും ഇവൾ ഇഷ്ടമായിരുന്നു, ഇവന്റെ ചേട്ടന് ഗേൾഫ്രണ്ട് ആയതുകൊണ്ട് അവന് അതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാത്തെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഇവൻ ഓപ്പൺ ആയിട്ട് സംസാരിച്ചപ്പോ അവന് തന്നെ വിശ്വാസമില്ല ഇത്രയും ധൈര്യം എങ്ങനെ വന്നെന്ന്. അതുകൊണ്ട് ഇവനെ ഒരാൾ മൊത്തത്തിൽ മാറ്റിപ്പിച്ചെന്ന് പറഞ്ഞ് ചാമുഹിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അത് മനസ്സിലാക്കുന്ന അവളും എങ്കിൽ പിന്നെ അന്ന് അവിടെ വെച്ച് ഫോട്ടോ എടുത്തത് ചാമുഹിയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനാണ് സന്തോഷത്തിൽ ആദ്യം അവൾ അവിടെ വെച്ച കണ്ടുമുട്ടിയെന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനേശം ഇവിടെ ചാമുഹി അവൻ്റെ കൂടെ TV ഷോ കണ്ടിട്ട് ഇറങ്ങുമ്പോഴാണ് ഇവളെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി ആ റൊമാൻറ്റിക് സീനൊക്കെ ഇവൻ കട്ട് ചെയ്യുന്ന അവൾ വിചാരിച്ചെന്ന് പറയും. അപ്പോഴാണ് അവനും അങ്ങനൊന്നും ചെയ്യത്തില്ല, അതിനേക്കാൾ ക്രൂരതയായിട്ട് ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ പുറകെ ഒന്ന് വളച്ചിടാൻ നോക്കിയതൊക്കെ ഇവളുടെ ബോയ് ഫ്രണ്ടിനോട് ചെന്ന് പാരവയ്ക്കെന്ന് പറയും. അപ്പോഴാണ് ചാമുഹിയും അങ്ങനെയാണ് എൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, കാരണം അവൻ എല്ലാ കാര്യം അറിയാം. എന്നിട്ട് ഇവള് പെട്ടെന്ന് പറഞ്ഞ ഉടനെ അവനാണ് ഷോക്കായിട്ട് ഷടാ നീ ഈ കാര്യമല്ല അവനോട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചോ, ഞാൻ നിന്നെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയതാ, പക്ഷെ നിനക്ക് ഇഷ്ടമുള്ള പയ്യനോട് തന്നെ എന്റെ പുറകെ വന്ന കാര്യമൊക്കെ നീ പറഞ്ഞു വെച്ചേക്കുന്നു, നിനക്കെന്താ വട്ടാണോ? എന്നിട്ട് അവൻ ചോദിക്കുമ്പം അവളും വട്ടല്ല വലിയ ഭ്രാന്താന്ന് പറഞ്ഞ് ഡൊറാമയെ കുറിച്ച് പറയും. അതിനേശം അവളും എന്നിരുന്നാലും ഇവളെല്ലാം അങ്ങനെ ഒരു തെറ്റായ ചിന്ത ഇവന് തന്നേന്ന് പറഞ്ഞ് അതിനൊക്കെ ഇപ്പൊ മാപ്പ് വയ്ക്കും. കൂടാതെ സ്വപ്നത്തിൽ വരുന്ന പ്രിൻസിനെ പോലെ ഇവൻ കൂടെ നിന്ന് സഹായിച്ചതിനൊക്കെ താങ്ക്സ് പറയുമ്പം അവനാണ് എനിക്ക് ഈ ഭാഷ ഒന്ന് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞ് അവനും കുറച്ച് ഷൈ ആയിരിക്കും. അപ്പോഴാണ് ഇവളും എല്ലാം അറിയാന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം അങ്ങനെ മനസ്സിലാകാതിരിക്കും പറഞ്ഞ് അവളും ചുമ്മാ അവനെ കളിയാക്കുമ്പം അവനാണ് അവന്റെ ഭാഷയിൽ ഇവൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഇവളൊന്ന് ക്ലോക്ക് ടവറിന്റെ അവിടെ വെച്ച് ഇവളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചപ്പോ തന്നെ അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇഷ്ടമാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞ് അവനിപ്പോ അതോർത്ത് വിഷമിച്ചിരിക്കും. അപ്പോഴാണ് അവളും എനിക്ക് ജാപ്പനീസ് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവനോട് സോറി പറയും. അതിനേശം ഇവിടെ ഹോജിനും ജീസേനുമായിട്ട് ബൂസാനിലേക്ക് വന്നിട്ട് അവസാനം ഇവർ രണ്ടുപേരും പരസ്പര വിഷമമൊന്നുമില്ലാതെ ഇവർക്കിപ്പോ ഗുഡ് ബൈ പറയാൻ തോന്നി. കാരണം ഇവർ രണ്ടുപേരും ഇപ്പൊ അധികം സ്നേഹിക്കുന്ന ഒരാള് അവർക്കുണ്ട്. അതുകൊണ്ട് അവര് കൂളായിട്ട് ഇപ്പൊ ഓരോ വഴിക്ക് പോകും. അങ്ങനെ അന്ന് വൈകിട്ട് തന്നെ ഹോജിനും അവൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പം ചാമുഹിയാണെ ഫോൺ വിളിച്ചിട്ട് അവനിപ്പോ എവിടെ എത്തിയും ചോദിക്കും. എന്നിട്ട് അവള് വേണം ഇവനെ പിക്കപ്പ് ചെയ്യാൻ വരാമെന്ന് കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് പറയുമ്പം അവൻ ഇവള് ടയേർഡായിരിക്കും വിചാരിച്ച് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞോണ്ട് ഇവളെ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും കുറച്ച് വിഷമിച്ച് പറഞ്ഞ പോലെ നിനക്കും ടയേർഡായിരിക്കും, നീ ട്രെയിനിൽ വെച്ച് ഉറങ്ങില്ലേ, അവിടെ ചുറങ്ങിയാൽ അത് ഉറക്കമായിട്ട് കൂട്ടത്തില്ലല്ലോ, എങ്കിൽ പിന്നെ നീ വീട്ടിൽ പോയിക്കോ. എന്നിട്ട് അവള് വിഷമിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോൾ പുറയുന്ന അവനാണ് ഇവളെ വന്ന് വിളിക്കും. അങ്ങനെ ഇവിടം വരെ എത്തിയിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞ് എങ്ങനെയാന്ന് പറഞ്ഞ് അവൻ ഉറങ്ങിയില്ലേലും ഇവളെ കാണാൻ അവന് സന്തോഷമുള്ളെന്ന് പറയും. അപ്പോഴാണ് അവള് ഷോക്കായി ഇവൾ വന്ന കാര്യം അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഇവൾ ഓരോ വാക്ക് ഇങ്ങനെ പറക്കി സംസാരിക്കുമ്പോൾ തന്നെ ഇവളോട് വന്നിട്ടാ വിളിക്കുന്നതെന്ന് അവൻ കണ്ടെത്തിന്ന് പറയും. അതിനേശം ഇവളുടെ കൈ പിടിച്ചു നോക്കുമ്പോൾ ഇവൾക്ക് നല്ല തണുപ്പാന്ന് മനസ്സിലാക്കി ഇത്ര സമയം ഇവനായിട്ട് തണുപ്പത്ത് വെയിറ്റ് ചെയ്തിട്ടും ഇവിടുന്ന് പോകാനാണ് ഉദ്ദേശം ചോദിക്കും. അപ്പോഴാണ് അവളും ഇവളെന്ന കാര്യം ഇവൻ
അറിയിപ്പിക്കാതെ നൈസിനെ അങ്ങ് പോകാന്ന് വിചാരിച്ചെന്ന് പറയും. അപ്പോഴാണ് അവനും അങ്ങനെയൊന്ന് വിചാരിക്കേണ്ടെന്നറിഞ്ഞ് അവൻ ഇവളെ ഒത്തിരി ഇഷ്ടമെന്ന് പറയും. അതുകൊണ്ട് ഒരു 3 ദിവസം ഉറങ്ങാതെ ടയേർഡായി വന്നാലും ഇവളെ കാണാൻ തന്നെ അവൻ ആഗ്രഹിക്കുന്ന പറയും. അതുകൊണ്ട് അവൾ ഇങ്ങനെ നാണിച്ചൊക്കെ ഇരിക്കുമ്പം ഇവനാണ് 4ാമത്തെ ദിവസം അങ്ങനെ പോയി ഞാൻ ചത്തുവെന്ന് പറഞ്ഞ് ഇവരുണ്ട് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവരൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്ന് സ്റ്റാർസ് ആണെന്ന് നോക്കുമ്പം അവൾക്കാണെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അവൻ അറിയുന്ന സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് കാണുവാണ് സ്റ്റാർസ് എല്ലാം ഭയങ്കര ക്ലിയർ ആണെന്ന് പറയും. അപ്പോഴാണ് അവൾ സന്തോഷത്തി എങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ച് നോർത്തേൺ ലൈറ്റ്സും കണ്ട് ഇനി മിൽക്കി വേയും കൂടെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ജീസോനും അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവരും ഇവരുടെ കല്യാണം നിന്ന കാര്യം അറിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തോ പരിപാടിയും ചോദിക്കുമ്പം അവളാണ് കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടി അവൾക്കൊരു ബോയ് ഫ്രണ്ട് എപ്പോഴേ സെറ്റായെന്ന് പറയും. അങ്ങനെ പയ്യനെ കാണാൻ ഭയങ്കര ലുക്കാന്ന് പറഞ്ഞ് ഇവൾ ഫോട്ടോ എടുത്ത് കാണിക്കാൻ വേണ്ടി പോകുമ്പം പെട്ടെന്ന് അവൻ തന്നെ ഇവളുടെ കൺമുമ്പിൽ നിൽക്കും. അതോടെ അവനും ഞാനാണ് ആ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാം പരിചയപ്പെടുത്തും. അതിനുശേഷം അവളാണ് ഷോക്കായി ഇവന്റെ കൂടെ സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവളും ഇവൾ കറക്റ്റ് ഈ കടയിലാന്ന് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പം അവനാണ് ഇവളുടെ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞെന്നുണ്ട് അവൻ അടുത്തുള്ള കുറെ കടയൊക്കെ തപ്പിയിട്ട് അവസാനം ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അപ്പോഴാണ് അവളും ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനു വരണമെന്ന് പറഞ്ഞ് അവൾ ചുമ്മാ ഫ്രണ്ട്സിനോട് ഷോ കാണിക്കാൻ വേണ്ടിയ ഇവനെ കുറിച്ച് പറഞ്ഞെന്ന് പറയും. അപ്പോഴാണ് അവന് സന്തോഷത്തി ഷോ കാണിക്കാൻ ഇവനെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ഓക്കെയാന്ന് പറയും. അതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ചോദിക്കുമ്പം ഇവളാണ് ഷോക്കാകും. അപ്പോഴാണ് അവന് റിങ് എടുത്ത് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത്. അതോടെ ഇവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആ റിങ് വാങ്ങിച്ചിട്ട് ജീസ എന്ന് പറഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് ചിയർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് നാണിച്ചിട്ട് ഇവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും ഇവളെ പെട്ടെന്ന് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തത് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യാതിരിക്കാനാന്ന് പറയും. കാരണം അവനിപ്പോ സ്പോർട്സ് ഏജൻസിയിൽ നിന്ന് വിളി വന്നോണ്ട് അവൻ അതിനുവേണ്ടി യൂറോപ്പിൽ പോകുമെന്ന് പറയും. അങ്ങനെ അതും വിടാൻ പറ്റത്തില്ല ഇവളെയും വിടാൻ പറ്റത്തില്ലെന്ന അവസ്ഥ വന്നപ്പോഴ് അവനിപ്പോ പ്രപ്പോസ് ചെയ്തെന്ന് പറയുമ്പം ഇവളാണ് എങ്കിൽ പിന്നെ ഇവൻ അവിടെ പോയതിനു ശേഷം ഇവൾ വേറെ പയ്യന്മാരായിട്ട് കറങ്ങുന്നാണോ ഇവൻ വിചാരിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അങ്ങനൊന്നുമല്ല ഇവന് വേണ്ടി ഇവൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് രണ്ടുപേർക്കും കല്യാണം കഴിക്കാന്ന് പറയും. അപ്പോഴാണ് അവളും കല്യാണത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് രണ്ടുപേർക്ക് ഒരുമിച്ച് തന്നെ യൂറോപ്പിലേക്ക് പോകാൻ പറയും. കാരണം ഇവൾ ഒരു വർഷം വിദേശത്ത് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന പക്ഷെ ഇവനെ സ്നേഹിച്ചതിന് ശേഷം അവളത് പോകണേ വേണ്ടെന്ന് പറഞ്ഞ് കുറെ കൺഫ്യൂസായി. പക്ഷെ ഇപ്പൊ ഇവൻ തന്നെ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട് അവളും അമേരിക്ക തീരുമാനിച്ച പഠിത്തം ഇനി യൂറോപ്പിൽ ചെന്ന് പഠിക്കാന്ന് പറഞ്ഞ് അവള് പറയുമ്പം ഇവനെ സന്തോഷത്തെ അവൾ ഹഗ് ചെയ്തിട്ട് ഇവന് വേണ്ടി പഠിക്കണോ വേണ്ടിയെന്ന് ആലോചിച്ചതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേർക്കും ഒരു ഹാപ്പി എൻഡിങ് ആവും. അതിനുശേഷം ചാമുഹിയും ഡോക്ടറിനെ കാണാൻ ചെന്നിട്ട് ഇവളുടെ കണ്ടീഷനൊക്കെ ഇപ്പൊ ഓക്കെ ആയെന്ന് പറയും. അങ്ങനെ ഡൊറാമി ഇവളുടെ കുഞ്ഞുകാലത്തെ പേടി സ്വപ്നങ്ങളൊക്കെ കൊണ്ടുവന്നൊരു വ്യക്തിയായിട്ടാ ഇവളിപ്പോ ഡോക്ടറിനോട് പറയുന്നത്. അപ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും എങ്കിൽ പിന്നെ സത്യത്തിൽ ഡൊറാമി തന്നെയാണോ ചോദിക്കും. കാരണം ഡോക്ടർ പറയുന്നത് ഇവൾക്ക് ഈ പ്രശ്നം ഇപ്പൊ ഉണ്ടായതല്ല ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണെന്ന്. അങ്ങനെ ആ സിനിമ ഇറങ്ങിയ ശേഷമായിരിക്കും ഇവൾ അതിനെ ഡൊറാമിയായിട്ട് വിചാരിക്കുന്നതെന്ന് പറയും. അതിനുശേഷം ഈ കാര്യമൊക്കെ അവൾ ഹോജിനോട് പറഞ്ഞിട്ട് അത് ഡൊറാമി അല്ലെങ്കിൽ പിന്നാരാന്ന് പറഞ്ഞ് ഇവനോട് അങ്ങനെയല്ല അവൾ പരിചയപ്പെടുത്തിയെന്ന് അവളും ചോദിക്കുമ്പം ഹോജിനാണ് എന്തായാലും അത് നീയായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നല്ലേ നീ ഡൊറാമിയാന്ന് വിചാരിച്ചുണ്ടായിരിക്കും നിനക്ക് ചിലപ്പോൾ അങ്ങനെ ഫീലായ നീ ഇപ്പോഴും ആശുപത്രി തന്നെയാണോ എന്നിന് അവനും ചോദിക്കുമ്പം അവളാണ് അവിടെ നിന്ന് എപ്പോഴും ഇറങ്ങിയെന്ന് പറഞ്ഞ് ഇവളുടെ മാനേജർ ഇപ്പൊ വിദേശത്ത് പോകുന്നുണ്ട് അവന് എന്റെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്ന പറയും. അപ്പോഴാണ് ഹോജിനും ഇന്ന് അവന്റെ വീട്ടിലൊരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ കാണാന്ന് പറയുമ്പം അവളാണ് പിന്നെ എന്തോ വൈകിട്ടാണെന്ന് പറഞ്ഞ് അവള് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഇവന്റെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് വേറെ ആരുമല്ല ചാമുഹിയുടെ അങ്കിളാണ്. അങ്ങനെ അയാൾ ചാമുഹിയെ കുറിച്ച് എന്തോ കാര്യം ഇവനോട് പറയാൻ വേണ്ടി വന്നയാ. അതുകൊണ്ട് അവനും ഇവനെ കാണാൻ വേണ്ടി എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതേസമയം ചാമുഹി ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലത്ത് അവളുടെ ആന്റിയും വരും. അങ്ങനെ ഇപ്പൊ ഫേമസ് ആയതുകൊണ്ട് കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാണെന്ന് പറഞ്ഞ് ആക്കി രുചി സംസാരിക്കുമ്പം ഇവളാണ് അവള് ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് ഈ സാധനമൊക്കെ വാങ്ങിക്കുന്നതെന്ന് പറയും. അപ്പോഴാണ് അവരും കുറച്ച് ദേഷ്യത്തി എങ്കിൽ പിന്നെ ഈ സമയത്ത് ഇവളുടെ അങ്കിള് ഹോജിനെ കാണാൻ പോയെന്ന് പറയും. അങ്ങനെ ഇവളെ കുറിച്ചുള്ള എല്ലാ സത്യം പറഞ്ഞ് പാവാ പയ്യനെ ഇവളുടെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ പോകുമെന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് ചേരാത്ത കാര്യങ്ങളൊന്നും ആഗ്രഹിക്കില്ലെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകാൻ നോക്കുമ്പം ചാമുഹിയാണ് അവരൊരു സെക്കൻഡ് നിൽക്കാൻ വേണ്ടി പറയും. അതേസമയം ഹോജിനോട് അങ്ങേരും അവളുടെ അമ്മ ഇവരുടെ ഫാമിലി പട്ടയല്ലെന്ന് പറഞ്ഞ് ഇങ്ങേരുടെ ബ്രദറിനെ എങ്ങനെയല്ലേ കല്യാണം കഴിക്കാൻ വേണ്ടി അവളുടെ അമ്മ കുറെ ചതികളൊക്കെ ചെയ്തു നോക്കിയെന്ന് പറയും. അങ്ങനെ അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം ഹോജിനാണ് എല്ലാ കാര്യം ചാമുഹിയൻ ഇവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഇനി അവൻ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും. അതേപോലെ തന്നെ അവളും എല്ലാ കാര്യം ഹോജിൻ അറിയാന്ന് അവളുടെ ആന്റിയോട് പറയുമ്പം അവരാണ് ഷോക്കായിട്ട് എല്ലാ കാര്യം നീ പറഞ്ഞോന്ന് ഇവർക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അവരും ദേഷ്യത്തി അപ്പൊ നിന്റെ അമ്മയ്ക്ക് അച്ഛന് നടന്ന കാര്യമൊക്കെ നിനക്കറിയാം ഇത്രയും വർഷം ഞങ്ങളോട് കള്ളം പറഞ്ഞല്ലേ എന്ന് ഇവർ ചോദിക്കുമ്പം അവളാണ് ഒരു അതൊക്കെ പറഞ്ഞ ഇവർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പേടിച്ചിട്ട അവൾ ആ സത്യമൊന്നും അന്ന് പറയാതിരുന്നെന്ന് പറയും. ഇതേ സമയം ഇവളുടെ അങ്കിളും ഇവനറിയാത്ത വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ചാമുഹിയുടെ അമ്മ കേക്കിനകത്ത് പോയിസൺ ചെയ്ത് അവളുടെ ബർത്ത്ഡേക്ക് തന്നെ രണ്ടുപേരും കൊല്ലാൻ നോക്കിയെന്ന് പറയും. അങ്ങനെ ചാമുഹി എങ്ങനെ ആ കേക്ക് കഴിക്കാതെ അവൾ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവളും ബാൽക്കണിയും തറയിൽ നിന്ന് പിന്നെ അവളുടെ ഓർമ്മയൊക്കെ പോയെന്ന ഇവർ വിചാരിച്ചെന്ന് പറയും. കൂടാതെ ചാമുഹി അവളുടെ അമ്മയെ പോലെ ഉള്ളതുകൊണ്ട് ഇവർക്കാർക്കും അവളെ അടുത്തോലും നിർത്താൻ പറ്റാത്തെന്ന് പറഞ്ഞ് ഇവർ ചാമുഹിയെ കണ്ട് പേടിച്ചിരിക്കുമെന്ന് പറയും. അങ്ങനെ അവരുടെ ആകെയുള്ളൊരു ഫോട്ടോ ഇപ്പൊ കാണിച്ചു
കാണിച്ചു കൊടുക്കുമ്പം ഇവൻ അതുകൊണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. കാരണം അവളുടെ അമ്മയെ കാണാൻ കറക്റ്റ് അവളെ പോലെയാണ് ഉള്ളത്. അങ്ങനെ ഈ കാര്യം അവളുടെ ആന്റിയും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ചാമുഹിക്ക് മനസ്സിലാന്ന് സത്യത്തിൽ ഇവള് കണ്ടത് ഡൊറാമിയല്ല, അവളുടെ അമ്മയുടെ മുഖമാണെന്ന്. അങ്ങനെ കുഞ്ഞില് ഇവളുടെ അമ്മ ഇവളെ കൊല്ലാൻ നോക്കിയപ്പോൾ ഇവളെ രക്ഷപ്പെടെന്ന് വിചാരിച്ച്. പക്ഷെ ഇതുവരെ ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവളിവിടെ സങ്കടത്തിരിക്കും. കാരണം ഇവരെ സ്നേഹിക്കാൻ ആരില്ലെന്ന് പറഞ്ഞ് അവളുടെ അമ്മ അന്ന് കൊല്ലാൻ നോക്കിയ. അതുകൊണ്ട് ആ വാക്കുകൾ ഇവളുടെ മൈൻഡിൽ ഫിക്സായി ഇവൾ എപ്പോഴും ആ വാക്കുകൾ വേദനിപ്പിക്കുക. എന്നിട്ട് ചാമുഹിയും ഇപ്പൊ ബോധം വന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇവൾ അറിയാൻ വരും 3 ദിവസമായിട്ട് അവൾ ബോധമില്ലാതെ കടന്നെയാന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ മാനേജറാണ് കരഞ്ഞോണ്ട് മുമ്പത്ത് പോലെ ആയിപ്പോന്ന് പറഞ്ഞ് ആ പേടിച്ചോ എന്ന് പറയുമ്പം അവളാണ് അവൾക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവനെ കരയായിരിക്കാൻ പറയും. അതിനേശം അവനും ഇവൾ എഴുന്നേറ്റ കാര്യം ഹോജിനോട് പറഞ്ഞെന്ന് പറയുമ്പം ഇവളാണ് ഷോക്കായിട്ട് എനിക്ക് പിന്നെ അവൻ വരാൻ പോവാണെങ്കിൽ ഞാൻ 3 ദിവസമായിട്ട് തലയ്ക്കൊന്ന് കുളിച്ചില്ലെന്ന് പറഞ്ഞ് ഇവളുടെ സൗന്ദര്യത്തിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് ഹോജിനാണ് ഇവൾക്ക് ബോധം വന്നുകൊണ്ട് അവന് സന്തോഷിച്ചിരിക്കും. അതേസമയം ഇവിടെ ഹീറോയും 3 ദിവസമായിട്ട് അവൾക്ക് ബോധം വരാത്തോണ്ട് അവന് ഭയങ്കരമായിട്ട് ബോക്സിംഗ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് ഇവന്റെ സെക്രട്ടറിയാണ് ചാമുഹിക്ക് ബോധം വന്നെന്ന് പറയുമ്പം ഇത് കേട്ട് അവന് ആശ്വാസത്തി ഇപ്പോഴെങ്കിലും അവൾക്ക് ബോധം വന്നല്ലോ എന്ന് പറഞ്ഞ് സോംബികളൊന്നും മരിക്കാറില്ലെന്ന് പറയും. പക്ഷെ അതും പറഞ്ഞ് അടുത്ത സെക്കൻഡ് ഇവൻ ടയേർഡായി വീഴുമ്പോഴാണ് ഇവന്റെ സെക്രട്ടറിയാണ് 3 ദിവസം മുമ്പ് ഇതെല്ലാം പഠിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന പിന്നെ എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അവൾ ഇവനെ കുറിച്ച് കെയർ ചെയ്യുമ്പം അവനാണ് കയ്യിലെ ഗ്ലൗസ് വരാൻ പോലും ശക്തിയില്ലെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് ഊരിപ്പിക്കും. അങ്ങനെ അതിനുശേഷം വീട്ടിലേക്കൊന്ന് ചാമുഹിയാണ് അവളുടെ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ട് രണ്ടുപേരെ കാണാൻ ഒരേപോലെ ഉള്ളതെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവളുടെ അമ്മ ഇവൾ ഒന്നല്ലെന്ന് പറഞ്ഞ് അവളെ ആശ്വാസപ്പെടുത്തും. അതിനുശേഷം അവനും ഇവൾ അറിയേണ്ട ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് അന്ന് ഇവളുടെ അമ്മ കൊല്ലാൻ നോക്കിയപ്പോൾ ഇവള് ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടിയതുകൊണ്ട് അടുത്തുള്ളവരൊക്കെ പോലീസിനെ വിളിച്ച് പെട്ടെന്ന് ഇവളുടെ വീട്ടിലേക്ക് ഒന്ന് കയറി പോയാലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവളുടെ അച്ഛനമ്മ മരിക്കും മുമ്പേ തന്നെ അവരെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ അവളുടെ അച്ഛനമ്മയും ഇപ്പോഴും ജീവനോടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും സത്യത്തിൽ ഇവന്റെ അച്ഛൻ വിദേശത്ത് അങ്ങാണ്ട് ഇപ്പൊ ജീവിക്കുമെന്ന് പറയും. അത് കേട്ട് അവളാണ് സങ്കടത്തി കൊച്ചിൽ ഇവൾക്ക് അച്ഛനെ നല്ലോണം പോലും കാണാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവൾക്ക് അച്ഛനെ വലിയ ഓർമ്മയൊന്നുമില്ലെന്ന് പറയും. ഇതേപോലെ തന്നെ അവളുടെ അമ്മയും ജീവനോടെ വേറെ എവിടാണ്ട് ജീവിക്കുന്നുണ്ടെന്ന് പറയുമ്പം അവളാണ് ഇതെല്ലാം കേട്ട് എങ്കിൽ പിന്നെ ഈ സത്യമൊക്കെ എന്തുകൊണ്ടാ അവളോട് പറയാത്തേന്ന് പറഞ്ഞ് അവൾ വിഷമിച്ചിരിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ പാരന്റ്സ് മരിച്ചായിട്ട് ഇവളുടെ ഫാമിലി ഇവളോട് കള്ളം പറഞ്ഞാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ കരയുന്നുണ്ട് ഇവൻ അവളെ സമാനപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹീറോയും അവൻ ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ഓഡിഷൻ കൊടുക്കുമ്പോൾ അവരൊക്കെയാണ് ഇവന്റെ ആക്ടിങ് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയും. പക്ഷെ ഇതിനുമ്പ് ഇവനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഇവൻ എന്തുകൊണ്ട് ഓഡിഷനൊന്നും പങ്കെടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഇപ്പോഴും അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് പറയും. അതായത് ഇവൻ എപ്പോഴും എന്തേലും കാര്യത്തിൽ തോറ്റുപോകുന്ന വിചാരിച്ച അവനത് ട്രൈ പോലും ചെയ്തു നോക്കത്തില്ല. അങ്ങനെ അതേപോലെ ആയിരുന്നു ആദ്യം ചാമുഹിയോട് ഇവൻ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അവൾ ഇവനെ റിജക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ട് തന്നെ അവന്റെ ഇഷ്ടം പറഞ്ഞാണത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് അവനൊരു പാഠം പഠിച്ച് ഇനി അവൻ ഇഷ്ടപ്പെട്ടത് കിട്ടത്തില്ലെന്നൊരു പേടി കാരണം അവൻ ഒരിക്കലും ചെയ്യാതിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഇനി തോറ്റാ കുഴപ്പമില്ലെന്നറിഞ്ഞ് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പറയും. ഇത് കേട്ട് അടുത്തിരുന്ന അവന്റെ സെക്രട്ടറിയും ഹീറോ ഇപ്പൊ മെച്ചൂർഡ് ആയെന്ന് പറഞ്ഞ് അവൾ കൺഗ്രാജുലേഷൻ പറയും. എന്നിട്ട് ഇവിടെ ചാമുഹി നേരെ അവളുടെ അങ്കിൾ ആന്റിയെ കാണാൻ വേണ്ടി പോകുമ്പം അവരാണ് ഇവളുടെ അച്ഛൻ ഇവളെ കാണണ്ടെന്ന് പറഞ്ഞോണ്ട് പിന്നെ ആ സത്യം ഒന്നും പറയാത്തേന്ന് പറയും. ഇത് കേട്ട് അവളാണ് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നല്ല ഒന്ന് ഇവളുടെ അമ്മ അന്വേഷിച്ച് വന്നേന്ന് പറയും. അതുകൊണ്ട് ആകെ അവരോട് അടുപ്പത്തിലുള്ള അച്ഛന് അതുകൊണ്ട് അങ്ങേരോട് ചോദിച്ച് ഇവളുടെ അമ്മ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി പറയും. ഇത് കേട്ട് അവരാണ് പേടിച്ചിട്ട് ഇവൾക്കപ്പോൾ ഇവളുടെ അമ്മയെ കാണണം ചോദിക്കുമ്പോൾ അവളാണ് ജീവനോടുള്ള ഇവളുടെ അമ്മയെ കണ്ടാല് ഇവൾക്ക് അവളുടെ സ്വന്തം ചിന്തയിലിരുന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളുടെ അമ്മയെ കണ്ടെത്തി ഇവൾ അവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഹോജിനാണ് അവനും കൂടെ ഇവളുടെ കൂടെ വരാന്ന് പറയും. അപ്പൊ അവൾ അവനോട് ഇവള് സ്വയം ഇവർ തമ്മിൽ ഹാപ്പി എൻഡിങ് വരത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഇവനോട് അങ്ങനെ എന്ന് പറഞ്ഞെന്ന് ഇവള് മനസ്സിലാക്കി. അതിനുവേണ്ടി ചുമ്മാ ഇവൻ ബ്രേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെ കള്ളമില്ലേന്ന് ചോദിക്കും. അങ്ങനെ അതേപോലെ തന്നെ ഇവൾക്ക് ഇവന്റെ കൂടെ ബ്രേക്കപ്പ് ചെയ്യാൻ ഒരിക്കലും ആകില്ലെന്ന് പറയും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് അവളുടെ ഡെലൂഷനൊക്കെ മറക്കാൻ വേണ്ടി ഇവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അവളുടെ പ്രോബ്ലം എല്ലാം സോൾവ് ആയതിനു ശേഷം തിരിച്ച് ഇവനെ വന്ന് ഒന്നും കൂടെ പേടിപ്പിച്ച് ഇവളുടെ ബോയ് ഫ്രണ്ട് ആക്കുമെന്ന് പറയും. അത് കേട്ട് അവനാണ് സന്തോഷത്തി ഇവനെ ആർക്കും പേടിപ്പിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ എല്ലാത്തിനും തയ്യാറാന്ന് പറയും. അങ്ങനെ അതോടെ പരസ്പരം ഇവർ നോക്കി ചിരിച്ചിട്ട് ചാമുഹി അവളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഇവിടെ ഹോജിനും അവളിപ്പോ എന്തെടുക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അവളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്ത് യൊങ്യോ ആണ് അവനിപ്പോ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്, ഇവിടുന്ന് സോയ സോസ് ഒക്കെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ ഓരോന്നായിട്ട് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഹോജിനും നീ എന്തായാലും എടുത്തു വയ്ക്കണമെന്ന് പറഞ്ഞ് അവന്റെ ഇഷ്ടത്തിന് എന്തുവേണമെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറയും. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞ് ഇവന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് അവിടുത്തെ ബുക്സ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് ഡൊണേഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ അവനാണ് വേറെയും കുറെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതും കൂടെ എടുത്തോണ്ടാവാൻ പറയും. അപ്പോഴാണ് ഇവന്റെ അമ്മയും തൽക്കാലം ഇത് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് കൊണ്ടുപോകാൻ പറയും. അപ്പോഴാണ് മിസ്റ്റർ കിമ്മാണ് അവിടേക്ക് വന്നിട്ട് എനിക്ക് ഈ ബുക്ക് ഒന്ന് തരാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന്റെ അമ്മയും എടുത്തോളം പറയും. അതിനുശേഷം അങ്ങേര് ഓരോ ബുക്കായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ഈ ഫസ്റ്റ് എഡിഷൻ എനിക്ക് തന്നെ തരാൻ പോകണം എന്നിന് അങ്ങേര് പറയുമ്പം ഇവന്റെ അമ്മയാണ് ആ ബുക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞ് തിരിച്ച് വാങ്ങിക്കാൻ നോക്കും. അതുകൊണ്ട് അവർ തമ്മിൽ തമാശയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഹോജനാണ് ചിരിച്ചിട്ട് അവൻ ഈ വീട് വിട്ടു പോകാൻ ആഗ്രഹിച്ച പക്ഷെ ചാമുഹിക്ക് ഈ വീട് ഇഷ്ടമായതുകൊണ്ട് അവന് വിൽക്കാൻ തീരുമാനിക്കത്തില്ല. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ജീസോനാണ് ഇപ്പൊ പ്രൊഡക്ഷൻ ടീമിലുള്ള എല്ലാവരോടും ഇവൾക്ക് ഒരു ചെറുക്കനെ കിട്ടിയെന്ന് പറഞ്ഞ് മോതിരെടുത്ത് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് യങ്ങിയോട്
കൂടെ ഇവള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് ഇപ്പൊ ഇവർക്കെല്ലാം പാർട്ടി കൊടുക്കും. അതേസമയം അവിടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ ഹോജൻ ഇങ്ങനെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ അവിടുത്തെ ഒരു പാട്ടൊക്കെ കേട്ട് ചാമുഹിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഹായ് ബേബ് എന്ന് പറഞ്ഞ് ഇവന് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ അത് കണ്ട് അവനാണ് സന്തോഷത്തിൽ ഈ ബേബ് പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് അവനും ചിരിച്ചോണ്ട് അവളെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ഇവ രണ്ടും ഒരുമിച്ച് സ്റ്റാർസ് കാണാൻ വേണ്ടി അവളിപ്പോ ഇവനെ വിളിച്ചു വരുത്തിയേക്കുക. അതുകൊണ്ട് അവൻ ആദ്യം അവൾക്ക് വേണ്ടി അവിടെ ചെന്നിട്ട് കുറെ എക്സൈറ്റ്മെന്റോടെ ഇവളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. കാരണം ഇവർ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ കുറെ ദിവസങ്ങളായി. അപ്പോഴാണ് ചാമുഹി പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് സ്റ്റാർസ് കാണാനാണ് വന്നേന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇത് കേട്ട് അവനും ഇവളെ കണ്ട് സന്തോഷത്തിൽ ഒന്നും പറയാതിരിക്കുമ്പം അവളാണ് എന്നെ കണ്ട് ദേഷ്യത്തിലായതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തെന്ന് പറഞ്ഞ് അവള് സോറി പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ അപ്പോഴും അവനൊന്നും മിണ്ടായിരിക്കുന്നുണ്ട്. ഇവളാണ് ഇംഗ്ലീഷ് വർക്കൗട്ട് ആകത്തില്ലെങ്കിൽ എങ്കിൽ പിന്നെ ജാപ്പനീസ് പറയാന്ന് പറഞ്ഞ് ഇവൾ ഇവനെ കുറെ മിസ് ചെയ്തെന്ന് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് അവന് കാണിച്ചു കൊടുക്കും. പക്ഷെ അപ്പോഴും അവനൊന്നും പറയത്തില്ല. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് എല്ലാം മനസ്സിലായിട്ടും നീ എന്തോ ഒരു റിയാക്ഷനും തരാത്തെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം അവനാണ് ഇവളോട് സംസാരിക്കാൻ എന്തോന്ന് പോലെ അറിയാതെ അവൻ മൊത്തത്തിൽ സൈലന്റ് ആയിട്ടിരിക്കുമെന്ന് പറയും. അപ്പോഴാണ് അവളും സ്റ്റാർസ് കാണാൻ വേണ്ടിയാ ഇവള് വെതർ നല്ലോണം ഇരിക്കണം എന്ന് പറഞ്ഞ് ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും ഇവളോട് ദേഷ്യം ഉണ്ടോന്ന് ചോദിക്കുമ്പം അവനാണ് ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പനിഷ്മെന്റ് ആയിട്ട് ഇവളെ കിസ് ചെയ്യും. അങ്ങനെ ഈ ഒരു റൊമാൻറ്റിക് സീനോടെ അവർ രണ്ടുപേരും അവസാനം ആഗ്രഹിച്ച പോലെ മിൽക്കി വേ കണ്ടോണ്ട് ഇവരുടെ ഹാപ്പി എൻഡിങ് ആയി. അങ്ങനെ അതോടെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങിയ ഡ്രാമയിൽ എന്റെ ഒരു ഫേവറേറ്റ് ഡ്രാമയും കൂടെയാണിത്. അതുകൊണ്ട് എല്ലാവരും മിക്കാറും ഇത് മിസ് ചെയ്യാൻ തോന്നുന്നു. സോ ഇതേപോലെ നമ്മളൊരു അടുത്ത ബ്യൂട്ടിഫുൾ ഡ്രാമയിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. 걱정만 던 아이뿐 힘들었던 모두 여기 아무도 가지 못했던 저 멀리